Hi friends, welcome to my channel Stitch with Simi. ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു 3D കിങ്ഫിഷറിനെ എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഈ ആർട്ട് വർക്ക് റെഡി ഫോർ സെയിൽ ആണ് വിത്ത് പ്ലാസ്റ്റിക് കവറിംഗ് ആൻഡ് ഹുക്ക് അറ്റ് ദ ബാക്ക് ആൻഡ് ഇസ് റെഡി ടു ഹാങ്. ഇതിൻ്റെ ഡൈമെൻഷൻസ് 30 cm into 40 cm. പ്രൈസസ് ₹4,000. താല്പര്യമുള്ളവർ ഇൻസ്റ്റാ ഐഡിയിലേക്ക് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചാലും മതി. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: സ്ട്രെച്ച് ക്യാൻവാസ്, ആർട്ടിസ്റ്റ് ജെസ്സോ, ഗ്ലൂ ഗൺ, അക്രിലിക് പെയിൻറ്റ് ആൻഡ് പെയിൻറ്റിംഗ് ബ്രഷസ്. അപ്പോൾ നമുക്ക് ഈ കിങ്ഫിഷറിനെ 3D ആയി എങ്ങനെ പെയിൻറ്റ് ചെയ്യാം എന്ന് നോക്കിയിട്ട് വരാം. ട്രേസിംഗ് പേപ്പറും ചാർക്കോൾ പെൻസിൽസും യൂസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കാം. കിങ്ഫിഷറിൻ്റെ അക്രിലിക് പെയിൻറ്റിംഗ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ്? ഇവിടെ നമ്മൾ 3D ആയിട്ടാണ് കിങ്ഫിഷറിനെ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. നാച്ചുറൽ ഇഫക്റ്റ് കിട്ടാനായി നമ്മൾ സ്പോഞ്ച് വെച്ച് കളർ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. വൈറ്റ് അക്രിലിക് പെയിൻറ്റ് സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ചെയ്തെടുക്കാം. ഒരു ബീഡ് പേസ്റ്റ് ചെയ്ത് കിങ്ഫിഷറിൻ്റെ കണ്ണ് ചെയ്തെടുക്കാം. കുറച്ച് ആർട്ടിസ്റ്റ് ജെസ്സോ സിപ്ലോക്ക് പൗച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സെല്ലോ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്തൊരു കോൺ രൂപത്തിലാക്കി എടുത്തിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്യാൻ. പെയിൻറ്റിംഗ് ബ്രഷ് വെച്ച് ബേർഡിൻ്റെ വിങ്സ് ഡിഫൈൻ ചെയ്യാം. ഒരു പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്ത് ഫെദറിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ജെസ്സോ കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം മാത്രം പെയിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. 1 or 2 days വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് 3D എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ടർ ഡ്രോപ്ലെറ്റ്സും ഗ്ലൂ ഗൺ വെച്ച് ഒന്നുകൂടി ഡിഫൈൻ ചെയ്തെടുക്കാം. നമ്മുടെ 3D കിങ്ഫിഷർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.